प्यारे दोस्तों, गुलदस्ता हिंदी चैनल पर सबका स्वागत है. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ 2025-26 അധ്യയന വർഷത്തിൽ നടന്ന 6ാം ക്ലാസ്സിലെ ഹിന്ദി ചോദ്യപേപ്പറാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള UP സ്കൂളുകളിൽ നടന്ന ഹിന്ദി ചോദ്യപേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിൻ്റെ ഒന്നാം ഭാഗം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ 3 ആക്ടിവിറ്റികളാണ് പറഞ്ഞത് അല്ലേ. ഇനി ഇന്നത്തെ ഈ വീഡിയോയിൽ 4ാമത്തെ ആക്ടിവിറ്റി മുതലാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നമുക്കിനി 4ാമത്തെ ആക്ടിവിറ്റി നോക്കാം. സൂചന, യേ കവിതാംശ് പഠേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ കവിതാഭാഗം വായിക്കാം, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അത് നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചു നോക്കിയാലോ. ചീണ്ടി ചൽത്തി ഹേ ചീനി ലേക്കർ ചീണ്ടി ചൽത്തി ഹേ, चींटी रुकती है तो चीनी रुकती है, चींटी चलती है तो चीनी चलती है, रास्ते में एक और चींटी मिल जाती है, देख के चीनी का दाना खिल जाती है. ഈ ചോദ്യങ്ങൾ നോക്കാം. ചീണ്ടി ക്യാ ലേക്കർ ചൽത്തി ഹെ. ഉറുമ്പ് എന്തുമായിട്ടാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്. എന്താണ് ഇതിൽ ഉത്തരം ഉണ്ടല്ലോ കവിതയിൽ അല്ലേ. ചീനി ലേക്കർ ചീണ്ടി ചൽത്തി ഹെ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തുമായിട്ടാണ് ഉറുമ്പ് നടക്കുന്നത്? ചീനി ലേക്കർ. അപ്പോൾ എന്താണ്? ചീണ്ടി ചീനി ലേക്കർ ചൽത്തി ഹെ അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ചീനി അല്ലേ. ചീനി എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചസാര. ഇനി അടുത്ത ചോദ്യം നോക്കൂ. സഹി പ്രസ്താവ ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാം. ഇവിടെ 4 പ്രസ്താവനകളുണ്ട് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ശരിയായ പ്രസ്താവന എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കാം. ചീണ്ടി കെ ചലനെ പർ ചിടിയ ചൽത്തി ഹെ. ഉറുമ്പ് നടക്കുമ്പോൾ പക്ഷി നടക്കുന്നു. ചീണ്ടി കെ ചലനെ പർ ചിപ്കലി ചൽത്തി ഹെ. ഉറുമ്പ് നടക്കുമ്പോൾ പല്ലി നടക്കുന്നു. ചീണ്ടി കെ ചലനെ പർ തിത്ലി ചൽത്തി ഹെ. ഉറുമ്പ് നടക്കുമ്പോൾ പൂമ്പാറ്റ നടക്കുന്നു. ചീണ്ടി കെ ചലനെ പർ ചീനി ചൽത്തി ഹെ. ഉറുമ്പ് നടക്കുമ്പോൾ പഞ്ചസാര നടക്കുന്നു. ഇതിലേതാ ശരി? ലാസ്റ്റത്തെ അല്ലേ. അതായത് ചീണ്ടി കെ ചലനെ പർ ചീനി ചൽത്തി ഹെ. ഉറുമ്പ് നടക്കുമ്പോൾ എന്ത് നടക്കുന്നു? പഞ്ചസാരയും നടക്കുന്നു അല്ലേ. അപ്പോൾ ഈ കവിതയിലില്ലേ ചീണ്ടി ചൽത്തി ഹെ തോ ചീനി ചൽത്തി ഹെ. അപ്പോൾ ചീണ്ടി കെ ചലനെ പർ ചീനി ചൽത്തി ഹെ എന്നുള്ള ലാസ്റ്റ് ഓപ്ഷൻ, അതായത് ഈ എന്നുള്ള പ്രസ്താവനയാണ് ശരിയായത് അല്ലേ. ഇനി അടുത്ത് നോക്കൂ. സഹി മിലാൻ കരീം. ചേരുംപടി ചേർക്കാനാണ് അല്ലേ. മാച്ച് ദ ഫോളോയിങ്. ചീനി ക ദാന ദേഖ് കർ. എന്താണ് അതിലേതാ ശരി? ചീണ്ടി മിൽ ജാത്തി ഹെ എന്നാണോ, ചീനി ഭി ചൽത്തി ഹെ എന്നാണോ, ചീനി ഭി റുക്തി ഹെ എന്നാണോ, ചീണ്ടി ഖിൽ ജാത്തി ഹെ എന്നാണോ? കവിതയിൽ കൊടുത്തിട്ടുണ്ടല്ലോ ദേഖ് കെ ചീനി ക ദാന ഖിൽ ജാത്തി ഹെ. അപ്പോൾ ഏതാണ് വരിക? ചീണ്ടി ഖിൽ ജാത്തി ഹെ അല്ലേ. ഇനി അടുത്ത് നോക്കൂ. ചീണ്ടി റുക്തി ഹെ. അതിനെ ഏതാ യോജിക്കുക? ഉറുമ്പ് നിൽക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇതിൽ നോക്കൂ. ചീണ്ടി റുക്തി ഹെ തോ ചീനി റുക്തി ഹെ എന്നല്ലേ കവിതയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതിന് യോജിച്ചത് ഏതാണ്? അപ്പോൾ ചീനി ഭി റുക്തി ഹെ അല്ലേ. രാസ്തേ മേ ഏക്. വഴിയിൽ ഒരു എന്താണ്? ചീണ്ടി മിൽ ജാത്തി ഹെ എന്നാണോ, ചീനി ഭി ചൽത്തി ഹെ എന്നാണോ, ചീനി ഭി റുക്തി ഹെ എന്നാണോ, ചീണ്ടി ഖിൽ ജാത്തി ഹെ എന്നാണോ? ഏതാണ്? അപ്പോൾ ഇതിൽ കൊടുത്തിട്ടില്ലേ കവിതയിൽ നോക്കൂ. രസ്തേ മേ ഏക് ഓർ ചീണ്ടി മിൽ ജാത്തി ഹെ. അപ്പോൾ അവിടെ ഏതാ യോജിക്കുക? ഈ ചേരുംപടി ചേർക്കുന്നതിൽ ചീണ്ടി മിൽ ജാത്തി ഹെ അല്ലേ. അപ്പോൾ രാസ്തേ മേ ഏക് ചീണ്ടി മിൽ ജാത്തി ഹെ. ഇനി നമുക്ക് 5ാമത്തെ ആക്ടിവിറ്റി നോക്കാം. 5 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എ നോക്കാം നമുക്ക്. സൂചന, ചിത്ര ദേഖേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഇവിടെ ഒരു ചിത്രം കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഈ ചിത്രം നോക്കാം, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ചിത്രമൊക്കെ നൽകുമ്പോൾ ചിത്രം നന്നായി മനസ്സിലാക്കണം. എന്താണ് ചിത്രത്തിൽ കാണുന്നത് എന്നുള്ളതൊക്കെ ഒരു കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിലെന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയാണ് അല്ലേ. എവിടെ? റോട്ടിൽ വെച്ചിട്ട് അല്ലേ. ഇതിൽ ആദ്യത്തെ ചോദ്യം നോക്കൂ. സഹി പ്രസ്താവ ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാം. ലഡ്കെ ക്രിക്കറ്റ് ഖേൽത്തെ ഹെ. ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. ലഡ്കെ തൈർത്തെ ഹെ. ആൺകുട്ടികൾ നീന്തുന്നു. ലഡ്കെ ഫുട്ബോൾ ഖേൽത്തെ ഹെ. ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. ലഡ്കെ പേട് പർ ചढ़ते ഹെ. ആൺകുട്ടികൾ മരത്തിന്മേൽ കയറുന്നു. അപ്പോൾ ഇതിലേതാണ് ശരി? ഫസ്റ്റത്തല്ലേ. എന്താ കുട്ടികൾ ചെയ്യുന്നത്? ലഡ്കെ ക്രിക്കറ്റ് ഖേൽത്തെ ഹെ. ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 29 അഗസ്റ്റ് രാഷ്ട്രീയ ഖേൽ ദിവസ് ഹെ. ഓഗസ്റ്റ് 29 ദേശീയ
കായിക ദിനമാണ്. ജീവൻ മേ ഖേൽ കാ സ്ഥാൻ ബഡാ ഹെ. ജീവിതത്തിൽ കളിയുടെ സ്ഥാനം വലുതാണ്. ഇസ് വിഷയ പർ പോസ്റ്റർ തയ്യാർ കരേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയ ഖേൽ ദിവസ് എന്നാണ് ഓഗസ്റ്റ് 29-നാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, തയ്യാറാക്കേണ്ടത്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതനുസരിച്ച് നല്ലൊരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, 29 അഗസ്റ്റ് എന്നൊക്കെ കൊടുത്ത് രാഷ്ട്രീയ ഖേൽ ദിവസ് എന്നൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് അതിനെ യോജിക്കുന്ന നല്ലൊരു സന്ദേശമൊക്കെ കൊടുത്ത് ബോർഡറൊക്കെ വരച്ച് അതിനെ യോജിക്കുന്ന നല്ലൊരു ചിത്രമൊക്കെ വരച്ച് പോസ്റ്റർ വളരെ ആകർഷകമായ രൂപത്തിൽ ചെയ്യുക. ഓക്കെ, ഇനി ഇതല്ലെങ്കിൽ അതായത് 5A അഥവാ എന്ന് കൊടുത്ത് കണ്ടില്ലേ, ഓർ ക്വസ്റ്റ്യനാണ്. അടുത്തത് 5B, അതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായി തോന്നുന്നത് അത് ചെയ്താൽ മതി കേട്ടോ. 5B നോക്കൂ. സൂചന ഇച്ചു ഓർ ബിനിയ കഹാനി കാ യേ അംശ് പഠേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഇച്ചു ഓർ ബിനിയ എന്നുള്ള കഥയുടെ ഒരു ഭാഗമാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. घूमते घूमते अगर कोई चींटी मिठाई के पास पहुंच जाए तो सबको बता देती है. वो अकेले थोड़े ही खा सकती है, सब मिलकर खाती है, मिलकर घर बनाती है, मिलकर रहती है. तब तो मुझको भी चींटी बननी है, बिनिया बोली. അപ്പോൾ ചോദ്യം എന്താണ്? ബിനിയ കോൻ ബന്ന ചാത്തി ഹെ. ബിനിയ ആരായി മാറാനാണ് ആഗ്രഹിക്കുന്നത്? ബിനിയ ആരാവാനാണ് ആഗ്രഹിക്കുന്നത്? ചീണ്ടിയാണോ, സുവർ ആണോ, ഭൈൻസ്, മിഠായി, അതായത് ചീണ്ടി എന്ന് പറഞ്ഞാൽ ഉറുമ്പ്, സുവർ എന്ന് പറഞ്ഞാൽ പന്നി, ഭൈൻസ് എന്ന് പറഞ്ഞാൽ എരുമ, മിഠായി എന്ന് പറഞ്ഞാൽ മിഠായി. ഓക്കെ, ഇതിൽ എന്തായി മാറാനാണ് അല്ലെങ്കിൽ ആരായി മാറാനാണ് ബിനിയ ആഗ്രഹിക്കുന്നത്? ഇവിടെ പറഞ്ഞിട്ടില്ലേ, ലാസ്റ്റ് നോക്കൂ. തബ്തോ മുജ്കോ ബി ചീണ്ടി ബന്നി ഹെ എന്നാണ് പറഞ്ഞത് അല്ലേ. ബിനിയ പോലിയ. ബിനിയ പറഞ്ഞ എന്താണ്, എന്താവണം എന്നാണ്? ചീണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ, അതായത് ആ എന്നുള്ള ചീണ്ടി എന്നുള്ള ഓപ്ഷനാണ് ശരിയായത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ചീണ്ടിയ മിൽക്കർ ഘർ ബനാത്തി ഹെ, മിൽക്കർ രഹത്തി ഹെ. ഉറുമ്പുകൾ ഒരുമിച്ച് ചേർന്ന് വീട് നിർമ്മിക്കുന്നു, ഒരുമിച്ച് താമസിക്കുന്നു. ഏകതാമേ ബൽ ഹെ വിഷയ പർ പോസ്റ്റർ തയ്യാർ കരയും. ഏകതാമേ ബൽ ഹെ എന്നുള്ള, അതായത് ഐകമത്യം മഹാബലം എന്ന് പറയില്ലേ, എന്ന വിഷയത്തിൽ പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ ഐക്യത്തിലാണ് എന്തുള്ളത്, ബലമുള്ളത്, ശക്തിയുള്ളത് എന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ആ ഒരു ഐക്യം അല്ലേ, അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ 5Aയോ Bയോ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായി തോന്നുന്നത് അത് എഴുതുക. ഓക്കെ, ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. 6ാമത്തെ ആക്ടിവിറ്റി. സൂചന മുന്നോക്കി സ്വതന്ത്രത കഹാനി കാ യേ അംശ് പഠേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. മുന്നോക്കി സ്വതന്ത്രത എന്നുള്ള ഒരു കഥ നിങ്ങൾ പഠിച്ചിട്ടില്ല, അതിലൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വായിക്കാം. മാ തും തോ കഹത്തി ഹോ കി ഹമേ സ്വതന്ത്രത മിൽ ഗയി, पर मैं जब आज भैया के कोट से फाउंटेन पेन निकालकर फर्श पर लिखने लगा तब तुम नाराज़ हो गई और कलम छीन ली. അപ്പോൾ ചോദ്യം എന്താണ്? കിസ്നെ കലം ചീൻ ലി. ആരാണ് പേന തട്ടിയെടുത്തത്? ചീന എന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കുക. കിസ്നെ എന്ന് പറഞ്ഞാൽ കോൻ പ്ലസ് നെ ചേർന്നതാണല്ലോ, ആര് എന്നുള്ള അർത്ഥം. ഓക്കെ, ആരാണ് പേന തട്ടിയെടുത്തത്? അപ്പോൾ ഇതിൽ നോക്കൂ, ഇതിൽ ലാസ്റ്റ് ഉണ്ട് തും നാരാസ് ഹോ ഗയി ഓർ കലം ചീൻ ലി. പേന തട്ടിയെടുക്കുകയും ചെയ്തു നിങ്ങൾ അല്ലേ. അത് ആരോടാണ് പറയുന്നത്? അമ്മയോടല്ലേ. അപ്പോൾ ആരാണ് ഈ പേന തട്ടിയെടുത്തിട്ടുള്ളത്? അമ്മ അല്ലേ. അപ്പം മാ. അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കൂ. മുന്നു ഓർ മാ കെ ബീച്ച് കെ വാർത്താലാപ് കി പൂർത്തി കരയും. മുന്നുവും അമ്മയും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കാനാണ് ചോദ്യം. വാർത്താലാപ് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ, സംഭാഷണം, അഥവാ നിബാത്ചീത്ത് എന്ന് പറഞ്ഞാലും സംഭാഷണമാണ് കേട്ടോ. അപ്പോൾ മുന്നു പറയാണ് മാ ഹമേ സ്വതന്ത്ര മിൽഗി. അമ്മേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചോ? മാ എന്ത് പറയുന്നു? അമ്മ എന്ത് പറയുന്നു? മുന്നു എന്ത് പറയുന്നു? മാ എന്ത് പറയുന്നു? മുന്നു എന്ത് പറയുന്നു? അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു സംഭാഷണം ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ അതിന് യോജിച്ച രൂപത്തിൽ ഇവർ തമ്മിലുള്ള, അതായത് മുന്നുവും അമ്മയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് വളരെ ആത്മവിശ്വാസത്തോടെ വളരെ നന്നായിട്ട് പഠിച്ച് തയ്യാറാവുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉയർന്ന മാർക്കോട് കൂടി പാസ്സാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. സബ്കോ ധന്യവാദ്.